നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്ര വിശേഷം ഉത്രം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ്. ഉത്രം നക്ഷത്രം അപ്പോ 1202, അതായത് കൊല്ലവർഷം, മലയാള വർഷം 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലം, അതും ഉത്രം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോ ഉത്രം നക്ഷത്രം 2 കൂറിലായിട്ടാണ് വരുന്നത്. ഉത്രം കാൽപാദം, ഉത്രം കാൽ ചിങ്ങക്കൂറിലും ഉത്രം മുക്കാൽ പാദം കന്നിക്കൂറിലും വരുന്ന നക്ഷത്രമാണ്. അപ്പൊ 2 രാശികളിലായിട്ടാണ് ഈ ഉത്രം വരുന്നത്, അല്ലെ? ചിങ്ങൻ രാശിയിൽ കുറച്ചു വരും, മുക്കാൽ ഭാഗം കന്നിരാശിയിലും വരും. അപ്പൊ അതുകൊണ്ട് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശി നിൽപ്പനുസരിച്ച് സാമാന്യമായി ഉത്രം നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ഗുണദോഷ സമഫലമാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഉത്രം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നത്. ഇവർ 2 രാശികളിലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സാമാന്യമായ ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചുള്ള സാമാന്യ ഫലമാണ് ഇവിടെ പറയുന്നത്. ഇവരെ സംബന്ധിച്ച് രോഗദുരിതങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും വിധത്തിൽ ഇവർ രോഗികളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗികളായി കിടപ്പ് അനുഭവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി രോഗം പേറുന്നവരാണ്, അതായത് രോഗം കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ പുതുവർഷത്തിൽ ദുരിതങ്ങൾക്ക്, അവരുടെ രോഗദുരിതങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമായിരിക്കും. മനസുഖം കിട്ടുന്ന അവസ്ഥയും ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ്. അതായത് രോഗം ഒഴിഞ്ഞാൽ തന്നെ മനസുഖം തന്നെ വരും, ഇല്ലേ? ഒരാൾക്കൊരു രോഗം ഉണ്ടെങ്കിൽ അവന് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ആ രോഗത്തിനൊരു ശമനം കിട്ടുമ്പോൾ തന്നെ മനസ്സിനും ഒരു ആശ്വാസം കിട്ടും, മനസുഖം കിട്ടുകയും അങ്ങനെ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാവുകയും ചെയ്യും. സന്താനങ്ങൾ വഴി ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അതായത് സന്താന ഗുണങ്ങൾ കിട്ടും. സന്താനങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ കിട്ടാനായിട്ട് അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായിട്ട്, കാരണം വേടത്തിന്റെ ആനുകൂല്യം ഇവർക്ക് കിട്ടുന്നതിന്റെ പേരിൽ സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളും ഇവർക്ക് കിട്ടുന്ന ഒരു സമയമാണ്. കാരണം വേടം, അതായത് ഈ ഉത്രം നക്ഷത്രക്കാർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് വേടം 11ലാണ്, വരവിന്റെ സ്ഥാനത്താണ്. അപ്പൊ സന്താനകാരകനായ വേടം വരവിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തിക, അതായത് ധനപരമായ വരവ് കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞത്. ദൂരയാത്ര പോകുന്നവരെ സംബന്ധിച്ച് ഗുണമുണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അതിന് ഇവർക്ക് ഗുണകരമായ സംഭവങ്ങൾ ആ യാത്രയിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ സാമ്പത്തികമായി ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇവരെ സംബന്ധിച്ച്. കാരണം ഈ ഉത്രം നക്ഷത്രം ഞാൻ പറഞ്ഞല്ലോ, കാൽപാദം ചിങ്ങക്കൂറിലാണ്, അവര് 12ലാണ്, കർക്കിടകൻ രാശിയിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അപ്പൊ ചെലവിന്റെ സ്ഥാനവും, അതായത് ഉത്രം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച്, അപ്പൊ അത് ചെലവിന്റെ സ്ഥാനത്ത്, അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ചെലവ് കൂടുന്ന സമയവും, കന്നി രാശിക്കാരെ സംബന്ധിച്ച് വരവ് കൂടുന്ന ഒരു സമയവും കൂടിയാണ് ഈ സമയം. അതുകൊണ്ടാണ് സാമാന്യമായി ഗുണദോഷ സമ്മിശ്ര ഫലം എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ ദൂരയാത്ര ഗുണം ചെയ്യും. സാമ്പത്തിക ചെലവുകൾ കൂടുതൽ വന്ന് സംഭവിക്കാനും സാധ്യതയുണ്ട്. ദാമ്പത്യപരമായ ചില സുഖഹീനതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത്
ദാമ്പത്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ള സമയവും കൂടിയാണ് ഈ പുതുവർഷം. ശത്രുവിന്റെ ശല്യം വർദ്ധിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവും. അതായത് ശത്രു വർധനയുണ്ടാവുന്ന ഒരു വർഷമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ ഉള്ള ശത്രുക്കളിനെക്കാട്ടി കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ദേഷ്യം വർദ്ധിക്കാനും വാശി കൂടാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് വ്യക്തിപരമായി നോക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വർദ്ധിക്കാനും അതുകൂടാതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വാശി എടുക്കാനും സാധ്യതയുള്ള സമയമാണ്. വരുമാന വർധനവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ വരുമാന വർധന ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റവും പ്രമോഷനും ശമ്പള വർധനയും ഇവർക്ക് കിട്ടുന്ന ഒരു അവസരവും കൂടിയാണ് ഈ പുതുവർഷം. അതായത് പ്രമോഷൻ കിട്ടും, ജോലിയിൽ ശമ്പള വർധന ഉണ്ടാവും, സ്ഥാനമാനങ്ങൾ ഉണ്ടാവും, സ്ഥാനമാന കയറ്റങ്ങൾ ഉണ്ടാവും ഇവരെ സംബന്ധിച്ച്. അപ്പോൾ വളരെ തൊഴിൽപരമായി ജോലിപരമായിട്ടൊക്കെ വളരെ ഗുണമുള്ള ഒരു സമയമാണ് ഈ സമയം ഇവരെ സംബന്ധിച്ച്. ആദരവും അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. ഇവർക്ക് പേരും പ്രശസ്തിയും കിട്ടുന്ന ഒരു സമയമാണ്. പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യും. സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുകയും ജനപ്രീതി ഉയരുകയും ചെയ്യും. ഇവർ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടും. അതോടൊപ്പം തന്നെ ഇവർക്ക് ജനങ്ങളുടെ പ്രീതി ഉയർന്നു കിട്ടുകയും ചെയ്യും. പല രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചാണെങ്കിലും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചാണെങ്കിലും ഇവർക്ക് ഉയർന്ന ഒരു പദവിയിലെത്താനും രാഷ്ട്രീയപരമായി ഇവർക്ക് ജനപിന്തുണ കൂടാനും കഴിയുന്ന ഒരു സമയമാണ് ഇവർക്കുള്ളത്. ഈ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇഷ്ടകാര്യങ്ങൾ പലതും നേടാനും ഇവർക്ക് കഴിയുന്ന ഒരു സമയമാണ്. ചില ഇഷ്ടകാര്യങ്ങൾ ഇവര് നടത്തണം എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇവരത് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയുന്ന ഒരു സമയവും കൂടിയാണ് ഈ സമയം. പലതും ഇവർക്ക് നേടാൻ കഴിയും ഈ വർഷത്തിൽ. പൊതുവെ ഗുണവും എന്നാൽ കുറച്ച് ദോഷവും ഉണ്ടാകുന്ന ഒരു വർഷമാണെന്ന് സാമാന്യമായി ഇവരെ പറ്റി പറയാം. അതായത് ഗുണം കൂടുകയും കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. അപ്പോ ഇവരുടെ ഈ പുതുവർഷം ഉത്തര നക്ഷത്രക്കാരുടെ ഈ 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.